ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധി ശരിക്കും ചന്ദ്രമതിയുടെ രവീന്ദ്രൻ്റെയും മകനല്ല എന്ന സത്യമല്ല തന്നെ സുധി തിരിച്ചറിയുന്നതോടുകൂടി ആയിരിക്കട്ടെ സുധി ശരിക്കും സുധിയായിട്ട് മാറുന്നത്. സുധി ഇപ്പോൾ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിലും സുധിക്ക് നഷ്ടമായിരിക്കും. 4 ലക്ഷം രൂപ കടം വരും. അതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി വരുന്നുണ്ട്. സുധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുപോലെ കടം വരുത്തി വെക്കാണല്ലോ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ്റെ പണം വിശ്വസിച്ചെങ്ങാനും ഞാൻ നിങ്ങളെ ഈ ഒരു കട ഏൽപ്പിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ശ്രുതി പറഞ്ഞതിന് വേണ്ട ശ്രുതി, നീ നിൻ്റെ അച്ഛനെ പറ്റിയിട്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട. നിൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. നിൻ്റെ അച്ഛൻ വലിയ പണക്കാരനാണെന്നൊക്കെ നീ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. നിൻ്റെ അച്ഛനാണ് തന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പണം ഇവിടെ കൊണ്ടുവന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്കും നിനക്കും മാത്രം അറിയാം. നീ ഇനി നിൻ്റെ അച്ഛൻ്റെ പേരും വെച്ചിട്ട് അത് മുതലെടുക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ വായടപ്പിക്കാണ് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ 4 ലക്ഷം രൂപ കടമായിട്ട് വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ രേവതിയും സച്ചിൻ ചെയ്യുന്നത് തന്നെയാണ് ശരി. അവരുടെ ബിസിനസ്സിൽ ഇന്നേ വരെ ഒരു നഷ്ടവും വന്നിട്ടില്ല. അവരെന്നും ഉയരത്തിലെത്തിയിട്ട് നമ്മളെങ്ങനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ അതൊരിക്കലും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ശ്രുതിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്കും വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്നിട്ട് ഈ ഒരു 4 ലക്ഷം രൂപ അവർ കടമെടുത്തതാണെന്നുള്ള കാര്യം ഒരിക്കലും വീട്ടുകാരറിയാൻ പാടില്ല. എങ്ങനെ അവർ കടം തീർക്കും? തൻ്റെ അമ്മ എങ്ങാനും ഈ ഒരു സത്യം പറഞ്ഞാൽ പിന്നെ തൻ്റെ അമ്മ പോലും തന്നെ തള്ളി പറയുമെന്ന കാര്യമെല്ലാം തന്നെ ശ്രുതി മനസ്സിലാക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ താൻ ആ ഒരു 4 ലക്ഷം രൂപക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ശ്രുതിയുടെ മനസ്സിലൊരു ഐഡിയ തോന്നുന്നത്. അന്ന് അച്ഛമ്മ രേവതിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനമായിട്ട് കൊടുത്തല്ലോ, അതെല്ലാം തന്നെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആ ആഭരണങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചെടുക്കണം. ഞാനാണത് മോഷ്ടിച്ചത് എന്ന കാര്യം ആരും അറിയാനൊന്നും പോകുന്നില്ല. ആ ഒരു പണം മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 4 ലക്ഷം രൂപ കിട്ടും. തൽക്കാലം ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാവുകയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി ഈ ഒരു കാര്യം ശ്രുതിയോട് പോലും ഷെയർ ചെയ്യാതെ നേരെ ചന്ദ്രമതിയുടെ മുറിയിലേക്ക് കയറുന്നുണ്ടെന്ന് മാത്രമല്ല ശബ്ദം പോലും ഉണ്ടാക്കാതെ ആ ഒരു മുറിയിൽ കയറിയിട്ട് അൽമാറയെല്ലാം തുറന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിക്കുകയാണ്. അതേ സമയത്തായിരിക്കും സച്ചി അങ്ങോട്ടേക്ക് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സൗണ്ട് ശ്രുതി കേൾക്കുന്നത്. അന്നേരം തന്നെ ശ്രുതി പെട്ടെന്ന് തന്നെ ആ ഒരു അൽമാറയുടെ സൈഡിലേക്കായിട്ട് അങ്ങ് മറഞ്ഞു നിൽക്കും. അങ്ങനെ സച്ചി എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നതായിരുന്നു. എന്നിട്ട് സാധനം എടുത്തിട്ട് ഒരു കൂസലുമില്ലാതെ സച്ചി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ശ്രുതി ചിന്തിക്കുന്നതിന് ഈശ്വര രക്ഷപ്പെട്ടു. അവൻ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു എൻ്റെ കഥ. എനിക്കെല്ലാത്തിനും വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് അവനാണെന്നൊക്കെ പറഞ്ഞങ്ങനെ കുറ്റപ്പെടുത്തട്ടെ സച്ചിനെ. 24 മണിക്കൂറും അവൻ എനിക്കിട്ട് പണിയാൻ നോക്കുന്നവൻ മാത്രമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഈ ഒരു ആഭരണം മോഷ്ടിച്ച് തടി തപ്പണം. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കടബാധ്യത തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും എന്നെ ഇട്ട് കളിയാക്കും. ഈ സച്ചി തന്നെയായിരിക്കും ആദ്യം എന്നെ കളിയാക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാണ് ശ്രുതി ഏതായാലും ആ ഒരു ആഭരണമെല്ലാം മോഷ്ടിച്ചതിന് ശേഷം അത് പണമാക്കി മാറ്റും. അതിനുശേഷം നേരെ പോകുന്നത് ബാങ്കിലേക്കായിരിക്കും. എന്നിട്ട് തൻ്റെ ആ ഒരു 4 ലക്ഷം രൂപ കടമില്ലേ അതങ്ങ് മാറ്റുകയാണ്. 4 ലക്ഷം രൂപ ആ ഒരു ലോണ് തീർത്തതോടുകൂടി ആയിരിക്കട്ടെ ശ്രുതിക്കൊന്ന് ആശ്വാസമാവുന്നത്. എന്നാൽ ആ ഒരു കടബാധ്യത തീർത്തതോടുകൂടി തന്നെ ശ്രുതിക്കും ഒത്തിരിയധികം ആശ്വാസമാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എവിടുന്ന ഇത്രമാത്രം പണം കിട്ടിയത്? ആരാണ് നിങ്ങൾക്ക് 4 ലക്ഷം രൂപ തന്ന് സഹായിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, ഓ നീ എന്നെ അങ്ങനെ കൊച്ചായിട്ട് കാണുന്നു വേണ്ട. എനിക്ക് പണം തരാൻ ഇഷ്ടംപോലെ കൂട്ടുകാരനുണ്ട്. അതിൽ ഒരു കൂട്ടുകാരൻ എനിക്ക് പണം തന്ന് സഹായിച്ചു എന്ന് പറയുന്ന സമയത്തിന് അതാരാ ഞാൻ അറിയാത്തൊരു കൂട്ടുകാരൻ എന്ന് ചോദിക്കാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട് അത് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയണമെന്നുണ്ടോ? ഏതായാലും എനിക്കൊരു കൂട്ടുകാരൻ പണം തന്നു. ആ പണം അടച്ചതോടുകൂടി തന്നെ ഈ ഒരു ബാധ്യത തീരുകയും ചെയ്തു. ഇനി നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിലും നിന്റെ അച്ഛൻ തന്ന പണം കൊണ്ടൊന്നല്ലല്ലോ എന്നെ സഹായിച്ചത്. എന്നാൽ ശ്രുതി ഇങ്ങനെ അറുത്തു മുറിച്ചതുപോലെ സംസാരിക്കുന്ന സമയത്തിന് ശ്രുതി ഏതായാലും അതിനെ പറ്റിയിട്ട് കൂടുതൽ ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. ശ്രുതി പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരിക്കുമെന്നൊക്കെ അതുപോലെ അങ്ങ് വിശ്വസിച്ചിരിക്കാനിട്ട് ശ്രുതി. പിന്നീട് ഒരിക്കൽ ചന്ദ്രമതി ഏതായാലും തൻ്റെ ഷെൽഫ് തുറന്നു നോക്കുന്ന സമയത്തിന് അവിടെ രേവതിയുടെ ആഭരണമെല്ലാം വെച്ചിരുന്നില്ലേ അതൊന്നും അവിടെ കാണുന്നില്ല. ഗോൾഡ് അവിടെ കാണാത്തത് കൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ആകെ ടെൻഷനായിരിക്കും. ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഈശ്വര അതാ രേവതിയുടെ ഗോൾഡാണ്. അതെങ്ങാനും കണ്ടില്ലെങ്കിൽ പിന്നെ അവൾ എന്നെയായിരിക്കും കുറ്റപ്പെടുത്താൻ പോകുന്നത്. ഇത് കാണാനില്ല എന്ന കാര്യം ഞാൻ എങ്ങാനും അവളെ അറിയിച്ചാൽ പിന്നെ അതെടുത്തതിൻ്റെ പേരിൽ ഞാനായിരിക്കും ഈ വീട്ടിലെ കള്ളി. ഇതെങ്ങാനും രവിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛമ്മയുടെ സ്വർണ്ണല്ലേ അതിൻ്റെ പേരിൽ രവിയേട്ടൻ തന്നെ എന്നെ അടിച്ചു പുറത്താകുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രക്ക് ആകെ ടെൻഷനാവാണ്. ചന്ദ്രമതിക്ക് ആകെ വിഷമാവാണ്. ഏതായാലും ഈ കാര്യം പോലീസിൽ അറിയിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഡോറിൻ്റെ അവിടെ നിന്ന് ആരോ ഇങ്ങനെ എത്തി നോക്കുന്നതായിട്ട് കാണുന്നത്. എന്നാൽ തൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ആ റൂമിലേക്ക് പോകുന്ന സമയത്തൊക്കെ ശ്രുതിക്ക് ആകെ ടെൻഷനായിരിക്കും. അമ്മ എങ്ങാനും ഈ ആഭരണം ചെക്ക് ചെയ്യുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ മുറിയിലേക്ക് പോകുന്ന സമയത്തെല്ലാം തന്നെ ശ്രുതി അതിങ്ങനെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു സംശയത്തോടു കൂടി ചന്ദ്രമതി നോക്കുന്ന സമയത്തിന് ശ്രുതിനെ ചന്ദ്രമതിയുടെ കണ്ണിൽ പെടുകയാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് നീ അവിടെ ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കി നിൽക്കുന്നത്? മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് വാടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിളിപ്പിക്കും.
എടാ സത്യം പറടാ, എൻ്റെ അൽമാറയിലിരുന്ന രേവതിയുടെ സ്വർണ്ണമെല്ലാം തന്നെ ആരാ എടുത്തത്? നീ അല്ലേടാ അത് എടുത്തത്? നീ അല്ലാതെ മറ്റാർക്കും അതെടുക്കാൻ ധൈര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വിളിച്ച് പറയുന്ന സമയത്തിന് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ അമ്മയുടെ അൽമാറയിൽ നിന്ന് മോഷ്ടിക്കാനാണോ? അമ്മ തന്നെ എന്നെ ഒരു കള്ളനാക്കുകയാണോ എന്നൊക്കെ ചോദിക്കും ശ്രുതി. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, അതേടാ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഈ വീട്ടിൽ ചെയ്യാൻ വേണ്ടി നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ശ്രീകാന്ത് സച്ചിയൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യില്ല. എന്നാൽ നിന്നെ കൊണ്ട് ഇമാരിയുള്ള പണികളൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. എടാ സത്യം പറടാ, നീയല്ലേ രേവതിയുടെ സ്വർണം എവിടെ നിന്നും അടിച്ചോണ്ട് പോയത് എന്നൊക്കെ ചോദിക്കും. ചന്ദ്രമതി വീണ്ടും ചോദിക്കുന്ന സമയത്തിന് ശ്രുതി ആകങ്ങ് പെട്ടുപോവാണ്. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ശ്രുതി ഏതായാലും ആ ഒരു സത്യമെല്ലാം തന്നെ ചന്ദ്രയോട് അങ്ങ് തുറന്നു പറയും. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ തന്നെയാണ് രേവതിയുടെ സ്വർണം എവിടെ നിന്നും എടുത്തോണ്ട് പോയത്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കടക്ക് എനിക്ക് കുറച്ച് ബാധ്യത വന്നു. 4 ലക്ഷം രൂപ ലോൺ അടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. എനിക്കങ്ങനെ ഒരു കടബാധ്യത വന്നപ്പോഴേക്കും ഞാൻ അമ്മയുടെ അൽമാറയിൽ നിന്ന് ആ ഒരു സ്വർണ്ണാഭരണം എടുത്തിട്ട് ആ ലോൺ അങ്ങ് അടച്ചു തീർത്തു. ആ സ്വർണം ഇവിടെ ഇരിക്കുന്നതും ബാങ്കിലിരിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയല്ലേ അമ്മേ? അതിപ്പോൾ എൻ്റെ ഒരു തൽക്കാലത്തെ അത്യാവശ്യത്തിന് അമ്മയോട് ചോദിക്കാതെ ഞാൻ അത് എടുത്തുപോയി. അമ്മയെ സംഭവിച്ചു പോയി. എനിക്ക് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ശ്രുതി അങ്ങ് പൊട്ടിക്കരയും. അപ്പോഴേക്കും ചന്ദ്രക്കങ്ങ് ദേഷ്യം വരെയുടെ ചന്ദ്ര പറഞ്ഞിട്ട്, എടാ നെറി കേട്ടവനെ, നിന്നെ കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. എന്തിനാടാ ശ്രുതി നീ എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എൻ്റെ മക്കളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. അങ്ങനെയുള്ള നീ തന്നെ എന്നെ എന്തിനാടാ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത്? എടാ, നീ ഇനി ആ രേവതിക്ക് മുന്നിൽ എന്നെ അങ്ങ് തല കുനിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇനി എന്താണ് ഇതിനൊരു പോംവഴി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്ര അങ്ങനെ നെഞ്ചത്തെറിച്ച് കരയാൻ തുടങ്ങും. ആ സമയത്തിൻ്റെ ശ്രുതി പറഞ്ഞിട്ട്, അമ്മ ഇങ്ങനെ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയ സ്വർണ്ണാഭരണം ഇവിടെ തന്നെ തിരിച്ചു വരണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ സ്വർണ്ണം ഞാൻ വിറ്റെങ്കിൽ പോലും അതിന് പകരമായിട്ട് ഇവിടെ റോഡ് ഗോൾഡ്, അതേ ഡിസൈനിലെ റോഡ് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ആരെങ്കിലും ആഭരണം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അതങ്ങ് എടുത്തു കൊടുത്താൽ മതി. രേവതി ഏതായാലും ഇത് ചോദിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു റോഡ് ഗോൾഡ്, അതേ ഡിസൈനിലെ റോഡ് ഗോൾഡ് ഞാൻ ഏതായാലും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയായിട്ട് ആ ഒരു ആഭരണം എത്തും. അമ്മക്ക് പോലും അത് കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണമാണോ അല്ലേന്ന് കാണാൻ കഴിയില്ല. അത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവരത് ഉണ്ടാക്കി തരുമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ചന്ദ്രക്കാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിനെതിരായിട്ട് ഒന്നും തന്നെ പറയാനും കഴിയാതെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് സച്ചിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പണത്തിൻ്റെ ഷോർട്ടേജ് വരികയാണ്. എന്നിട്ട് സച്ചി ഇങ്ങനെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇനി ആ ഒരു പൈസയും കൂടെ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക? അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത്ര പണം അടച്ചു കൊടുക്കണം. ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് സച്ചിക്ക്. എടാ, നിനക്കും രേവതിക്കും വേണ്ടിയിട്ട് ഞാനും മുത്തശ്ശിയും ചേർന്നിട്ട് കുറച്ച് സ്വർണം സമ്മാനിച്ചില്ലേ? ആ സ്വർണ്ണാഭരണം നീ അവിടെ നിന്നും എടുത്തിട്ട് കുറച്ച് പണയം വെക്കാൻ നോക്ക്. തൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കട്ടെ. അത് പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നീ ഉദ്ദേശിക്കുന്നത് പോലെ എമൗണ്ട് കിട്ടല്ലോ. അതുപോലെ നിന്റെ ബിസിനസ് നടക്കട്ടെ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രക്ക് പിന്നെ എന്തു മറുപടി പറയാമെന്നറിയില്ല. ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട്, രവിയേട്ട നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, അത് നിന്റെ ആഭരണമൊന്നുമല്ലല്ലോ, അത് അമ്മ ഇവർക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഇവരുടെ സ്വർണം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവരെല്ലാം തീരുമാനിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാട്ട് രവീന്ദ്രൻ ആ സമയത്തായിരിക്കും രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്രമതി ഏതായാലും എല്ലാ തെറ്റുകളും നേരെ രേവതിയുടെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞിട്ട്, ഓ ഇതിപ്പോൾ ഇവളുടെ പണിയായിരിക്കില്ലേ? ആ സ്വർണ്ണാഭരണമെല്ലാം തന്നെ ഇപ്പം എൻ്റെ അൽമാറയിലാണല്ലോ ഇരിക്കുന്നത്. ഇവൾക്ക് എങ്ങനെയെങ്കിലും ആ സ്വർണം ഇവളുടെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഇളക്കി വിട്ടതായിരിക്കുമല്ലേ? അന്നേരം രേവതി ചോദിക്കുന്നതിന്, എന്തിനാണ് അമ്മയെ കാര്യം അറിയാതെ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഞാൻ എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല. എനിക്കങ്ങനെ സ്വർണ്ണാഭരണം വേണമെങ്കിൽ തന്നെ എനിക്ക് എത്ര വേണമെങ്കിലും എൻ്റെ സച്ചിയേട്ട വാങ്ങിച്ചു തരും. എനിക്ക് സ്വർണ്ണാഭരണത്തിനോട് അത്ര വലിയ പ്രിയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശി ആ ഒരു ആഭരണം എനിക്ക് തന്നപ്പോഴേക്കും ഞാൻ അതുപോലെ തന്നെ അമ്മയെ ഏൽപ്പിച്ചത്. എനിക്കങ്ങനെ സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഓ പറച്ചിൽ കേട്ടാൽ ഒരു നന്മ മരം. എടി ദരിദ്രവാസി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്ര. എടി നീ ഇങ്ങനെ ഇടയിൽ ചേർന്നിട്ട് ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്നാ നീ വിചാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടും. രവീന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രയോട് പറഞ്ഞിട്ട്, ചന്ദ്രൻ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? മര്യാദക്ക് നീ ഇവരുടെ സ്വർണം തിരിച്ചു കൊടുക്കാൻ നോക്ക്. എന്താടി നിന്റെ കയ്യിൽ ആ സ്വർണ്ണം ഇല്ലേ? അതോ ഇനി നീ അത് നിന്റെ മൂത്ത മകനെടുത്ത് കൊടുത്തോ? എന്താടി അങ്ങനെ വല്ലതും ചെയ്തിട്ടാണ് നീ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ഒരു ഞെട്ടലോട് കൂടെ ആയിരിക്കട്ടെ അതിങ്ങനെ കേട്ട് നിൽക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ നിർബന്ധിച്ചത് കൊണ്ട് തന്നെ ചന്ദ്രമതി ഏതായാലും നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രേവതിയുടെ ആ ഒരു സ്വർണ്ണാഭരണം അതിന് പകരമായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഒരു മുക്കാഭരണം നേരെ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ്. ഈശ്വര, ഇതിനി ഇങ്ങനെ പിടിക്കപ്പെടാതിരുന്നാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചന്ദ്രമതി ആ ഒരു ആഭരണമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ സച്ചി രേവതിയും ആ ഒരു ആഭരണമെല്ലാം വാങ്ങിക്കുന്ന സമയത്തിന് രേവതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും അവർക്ക് പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് പണയം വെക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്നത് സച്ചിയുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കായിരിക്കും.
അവരതിങ്ങനെ ഉരച്ചു നോക്കുന്ന സമയത്തിന് അത് സ്വർണ്ണമല്ല മുക്കുപണ്ടമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഒരുമാതിരി നോട്ടമായിരിക്കട്ടെ സച്ചിയെ രേവതി ഇങ്ങനെ മാറി മാറി നോക്കുന്നത്. അത് കണ്ട് രേവതി പറഞ്ഞിട്ട് സച്ചേട്ടാ എനിക്കെന്തോ ഒരു സംശയം പോലെ, ഇത് നമുക്ക് മുത്തശ്ശി തന്ന സ്വർണ്ണാഭരണം പോലെയല്ലല്ലോ, ഇതിലെന്തോ ഗോൾഡിന്റെ കളർ കുറച്ച് ഓവർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സച്ചി പറഞ്ഞിട്ട് രേവതി നീ ഒന്ന് ചുമ്മാതിരിക്കേ, അത് നിന്റെ വെറും തോന്നലാണെന്നൊക്കെ പറഞ്ഞ് അവരെ നോക്കുന്ന സമയത്തായിരിക്കട്ടോ അയാൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഭാര്യയും ഭർത്താവും കൂടി ഞങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുവാണ്, ഇത് വെറും മുക്കുപണ്ടമാണെന്ന് പറയുന്ന സമയത്തിന് സച്ചിക്കൊരു ഷോക്കായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തായി പറയുന്നത്, ഇത് ഞങ്ങളുടെ മുത്തശ്ശി ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നതാണ്, നീ ഒന്നുകൂടി ഉരച്ചു നോക്കടാന്ന് പറയും. അന്നേരം സച്ചിയുടെ ആളെ പറഞ്ഞിട്ട് എടാ സച്ചി നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ തൽക്കാലം പോലീസിനെ വിളിക്കുന്നില്ല, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ഇതുകൊണ്ട് പോയിക്കേ, ഇത് വെറും റോഡ് ഗോൾഡാണെന്നൊക്കെ പറഞ്ഞ് അതങ്ങ് മേശപ്പുറത്ത് എറിഞ്ഞു കൊടുക്കും. എടാ സത്യം പറയടാ നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അയാൾ വീണ്ടും പറയുന്നുണ്ട് അതേടാ സച്ചി ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമൊന്നുമല്ലെന്ന് നമ്മൾ തമ്മിൽ, ഒന്നുകിൽ നിങ്ങൾ എന്നെ പറ്റിക്കാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരോ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്, നീ ഏതായാലും എന്നെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിന്നെ ആരോ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ എടാ അതിങ്ങ് തന്നേന്നൊക്കെ പറഞ്ഞ് ആ ഒരു റോഡ് ഗോൾഡുമായിട്ട് സച്ചി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുക. സച്ചി നേരെ രവീന്ദ്രനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് ദേഷ്യപ്പെട്ട് കയറി വരുന്നുണ്ടെന്ന് മാത്രമല്ല രവീന്ദ്രൻ അവിടെ ഇരിക്കുന്ന സമയത്തിന് ആ ഒരു മേശപ്പുറത്തേക്ക് അങ്ങ് എറിയാണ് ആഭരണങ്ങൾ. എന്നാൽ സച്ചിയുടെ ദേഷ്യം കാണുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നതിന് എന്താടാ സച്ചി എന്താ നിനക്ക് പറ്റിയത്, ഈ ആഭരണമെല്ലാം നീ എന്താ എടുത്തെറിയുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇതും കേട്ട് ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ടാവും. ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അന്നേരം സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ടും അച്ഛാ ഇത് മുത്തശ്ശി ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്ന സ്വർണ്ണാഭരണങ്ങളാണ്, ഇതെങ്ങനെ പെട്ടെന്ന് റോഡ് ഗോൾഡായി, അതോ ഇനി ഇത് അച്ഛനും കൂടി അറിഞ്ഞിട്ടായിരുന്നോ, രേവതിയെ പറ്റിച്ചതാണോ, അതോ ഇനി ഇത് ശരിക്കും സ്വർണ്ണമല്ലേ? അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാടാ സച്ചി നീ ഈ പറയുന്നത്, മുത്തശ്ശി അങ്ങനെ ആരെയും പറ്റിക്കത്തൊന്നുമില്ല, ഇനി നിങ്ങളെ പറ്റിച്ചത് ആരാണെന്നുള്ള കാര്യം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് വിളിക്കട്ടോ, എടി ചന്ദ്രേ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി പേടിച്ച് വരച്ചുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കട്ടെ രവീന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എടി സത്യം പറയടി നീ നിന്റെ മൂത്ത മകനെങ്ങാനും ഈ ഒരു ആഭരണമെല്ലാം തന്നെ കൊണ്ടുപോയി കൊടുത്തോ, എന്നിട്ട് അതിൻ്റെ പകരമാണോ ഈ റോഡ് ഗോൾഡ് വന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്രയോട് അങ്ങ് ദേഷ്യപ്പെടും. എന്താണ് ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്, നിന്നോടല്ലടി ഞാൻ ചോദിച്ചതെന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രക്ക് ആകെ പേടിയാവാണ്. മറ്റ് നിവൃത്തിയില്ലാതെ ചന്ദ്രമതി ആ ഒരു സത്യം രവീന്ദ്രനോട് അങ്ങ് തുറന്നു പറയും. അത് പിന്നെ രവിയേട്ട സുധിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനാണ് അവനത് എടുത്തു കൊടുത്തത്, തെറ്റുപറ്റിപ്പോയി രവിയേട്ട, ഇനി ഇതിങ്ങനെ പറയില്ലേ എന്ന് പറയുന്ന സമയത്തിൻ്റെ രവീന്ദ്രനെ ദേഷ്യം വരെയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എടി ഈ കുട്ടികൾ പൈസക്ക് വേണ്ടിയിട്ട് അത് പണയം വെക്കാൻ പോകുമ്പോഴെങ്കിലും നിനക്ക് ഈ കാര്യം തുറന്നു പറയാമായിരുന്നില്ലേ, എടി ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും നിന്നെ ഇങ്ങനെ സഹിച്ചു നിൽക്കാനൊന്നും എനിക്ക് വയ്യ, എനിക്ക് മടുത്തു, നീയുമായിട്ടുള്ള എല്ലാ ജീവിതവും എനിക്ക് മടുത്തു, എന്നും നിന്റെ കൂടെപ്പിറപ്പായിട്ടുള്ളത് ഈ കള്ളത്തരം മാത്രമേ ഉള്ളൂ, നിന്റെ മകന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ കള്ളത്തരം ചെയ്തുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ കുറ്റപ്പെടുത്തിയിട്ട് രവീന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ആകെ പേടിയാവാണ്. രവീന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് തന്നോട് പിണങ്ങിപ്പോയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്രമതി പറഞ്ഞിട്ട് രവിയേട്ട പ്ലീസ് നിങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കണം. രവീന്ദ്രൻ പറഞ്ഞിട്ട് മതിയടി നിർത്തും നിന്റെ നാടകം, നിന്റെ ഈ കരച്ചിലും പിരിച്ചിലും ഒക്കെ കേട്ട് മടുത്തു എനിക്ക്, എന്തിനാടി നീ ആ പാവം സച്ചിമോനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ നിന്റെ മകനല്ലേ, നീ പ്രസവിച്ച നിന്റെ സ്വന്തം രക്തത്തിലുള്ള മകനല്ലേ, നീ എന്തിനാ വെറുതെ ഈ പാവം അങ്ങനെ വെച്ച് കെട്ടുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ സുധി അങ്ങോട്ടേക്ക് വരുന്നത്. സുധി മാറി നിന്നിട്ട് ചന്ദ്രമതിയുടെ രവീന്ദ്രന്റെ സംസാരം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ്. അന്നേരം ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞിട്ട് രവിയേട്ട ഞാൻ ഇതെല്ലാം ചെയ്തത് നമ്മുടെ മകൻ സുധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നത് എന്തിനാ ചന്ദ്രൻ നീ ഇതൊക്കെ സുധിക്ക് വേണ്ടി ചെയ്തത്, അവനെ ഇത്രമാത്രം കേടുവരുത്തിയത്, അവൻ ഇത്രമാത്രം കൊഞ്ചിച്ച് വഷളാക്കിയത് നീയല്ലേ, നിന്റെ ഓവറായിട്ടുള്ള ലാളനെ കൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. അന്നേരം ചന്ദ്രമതി പറഞ്ഞത് അതേ രവിയേട്ട നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ എൻ്റെ മകനെ ഓവറായിട്ട് അങ്ങ് ലാളിക്കുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്ര എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്, നീ നിന്റെ രണ്ട് മക്കളെയും അടിച്ചു വളർത്തിയതുപോലെ തന്നെ ഇവനെയും അടിച്ചു വളർത്തിയാൽ നിനക്ക് എന്താ കുഴപ്പം, നീ അവൻ്റെ സ്വഭാവം അങ്ങ് നാശാക്കുവാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നത് എന്താ രവിയേട്ട നിങ്ങളിങ്ങനെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്, സുധി ഒരിക്കലും നമ്മുടെ മകനല്ലല്ലോ, എൻ്റെ ചേച്ചി മരിക്കുന്ന സമയത്തിന് സുധി മോനെ നമ്മുടെ കയ്യിലേക്ക് സ്വന്തം മകനായി വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് കൈപ്പിടിച്ച് തന്നതല്ല, എൻ്റെ ചേച്ചിക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെ സുധിയെ ഞാൻ സ്നേഹിച്ച് വളർത്തിക്കോളാമെന്ന്, അതുകൊണ്ട് മാത്രമാണ് രവിയേട്ട ഞാൻ സുധിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്, അവൻ്റെ അമ്മയിൽ നിന്നും പോലും കിട്ടാത്ത അത്രമാത്രം സ്നേഹം നമുക്ക് അവന് കൊടുക്കേണ്ടേ, ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്ത വാക്ക് അത് നമുക്ക് പാലിക്കേണ്ടേ രവിയേട്ട. അപ്പോൾ സത്യമൊന്നും അറിയാത്ത രീതിയിൽ നിങ്ങൾ എന്താ രവിയേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ ചന്ദ്ര. എന്നാൽ ഈ സംസാരമെല്ലാം തന്നെ അവിടെ ഒഴിഞ്ഞു മാറി നിന്ന് സുധി കേട്ടിരുന്നു എന്ന് മാത്രമല്ല ഇതൊരിക്കലും തൻ്റെ അച്ഛനും അമ്മയുമല്ല എന്ന് സത്യം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ സുധി ആകെ ഞെട്ടി ഷോക്കായിട്ട് പോവും. സുധിയുടെ കയ്യിലിരുന്ന ആ ഒരു ഫ്ലവർ വേസ് പയ്യങ്ങ് താഴേക്ക് വീഴാണ്.
താൻ ഇത്ര കാലം വിചാരിച്ചു വെച്ചിരുന്നത് പോലെ തന്നെ ഒരിക്കലും ഇത് തൻ്റെ അച്ഛനും അമ്മയുമല്ല, താൻ ഇവിടെ വെറും ഒരു ദത്തുപുത്രനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുധി ആകങ്ങ് തളർന്നു പോവാണ്. അങ്ങനെ ആ ഒരു സത്യം അറിഞ്ഞ ഷോക്കിൽ സുധിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫ്ലവർ വേസ് അങ്ങ് താഴേക്ക് വീഴുന്നതോടുകൂടി തന്നെ ചന്ദ്രമതിയും രവീന്ദ്രനും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. അപ്പോഴായിരിക്കട്ടെ സുധി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്നുള്ള കാര്യം അവരറിയുന്നത്. അങ്ങനെ സുധി ഏതായാലും കരഞ്ഞുകൊണ്ട് തന്നെ നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മാത്രമല്ല രവീന്ദ്രൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛ അമ്മേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും ഈ സത്യം മറ്റാരും അറിയരുത്. നിങ്ങളുടെ മകനല്ല ഞാൻ എന്ന കാര്യം ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി എപ്പോഴും എന്നും നിങ്ങളുടെ മകനാണ് ഞാൻ എന്ന കാര്യം പറഞ്ഞാൽ മതി. ഒരിക്കലും സച്ചിയും ശ്രീകാന്തും ഈ കാര്യം അറിയരുത് പ്ലീസ്. പിന്നെ ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ യാതൊരുവിധ നിലയും വിലയും കിട്ടില്ല. എനിക്കെന്നും എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ഇവിടെ തന്നെ ജീവിച്ചാൽ മതി. എൻ്റെ അനിയന്മാരായിട്ട് സച്ചിൻ ശ്രീകാന്തും മതി. ഒരിക്കലും ഈ സത്യം ഇനി അച്ഛനും അമ്മയുമായിട്ട് ആരോടും പറയരുതേ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി നിന്ന് കരയാട്ടോ സുധി. ഇനി ഒരിക്കലും ഞാൻ കാരണം ഈ വീട്ടിലെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധി മനസ്സറിഞ്ഞിങ്ങനെ കരയുന്നതും കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ ചങ്ക് അങ്ങ് തകർന്നു പോവാണ്. അങ്ങനെ സുധി ഒരിക്കലും ചന്ദ്രയുടെ രവീന്ദ്രന്റെ സ്വന്തം മകനല്ല എന്നറിയുന്നതോടുകൂടി തന്നെ സുധിയുടെ സ്വഭാവത്തിലൊക്കെ പിന്നെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരും. അങ്ങനെ സുധി പിന്നെ ആ ഒരു വീട്ടിലെ കുടുംബനാഥന്റെ അതേപോലെ തന്നെ സച്ചിനെയും രേവതിനെയും അതുപോലെ തന്നെ രവീന്ദ്രനെയും ശ്രുതിയെയും അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.